നമ്മുടെ രക്ഷകനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് ബെത്ലഹേം നഗരത്തിലൂടെയുള്ള ഒരു പെൺകുട്ടിയുടെ യാത്ര. ആ പുണ്യഗർഭത്തിന് ഒരിടം നൽകാതെ ലോകം വാതിൽ കൊട്ടി അടച്ചപ്പോൾ പരിശുദ്ധ അമ്മ തളർന്നില്ല. ഒരു നൊമ്പരത്തോടെ ആയിരിക്കാം ലോകത്തിന്റെ തിരസ്കരണങ്ങളെ അവൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിശബ്ദതയോടെ സ്വീകരിച്ചു. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനെ ഒരു പുൽക്കൂട്ടിൽ പ്രസവിച്ചു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കണ്ടതും അനുഭവിച്ചതുമായ ഈ ബെത്ലഹേം ഉണ്ടായിട്ടില്ലേ? അടഞ്ഞ വാതിലുകൾ പ്രതീക്ഷയോടെ സമീപിച്ചപ്പോൾ നിരാശ നേരിട്ട സംഭവങ്ങൾ, ആരും തുണിയില്ലാതെ ആവുന്ന അവസ്ഥ, പണത്തിൻ്റെ ബുദ്ധിമുട്ട്, ജോലിയിൽ പ്രശ്നങ്ങൾ, കുടുംബപരമായ ദുഃഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ. ഇവിടെയാണ് നമ്മൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് 3-ാം വയസ്സിൽ തൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ച മറിയം എന്ന ആ പെൺകുട്ടിയെ കൂട്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കണ്ണുനീരിൻ്റെ മറവിൽ തൂമഞ്ഞ് പോലെ അവൾ ഇറങ്ങി വരും. നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്നിടത്ത് ആർദ്രത നിറഞ്ഞ മനസ്സോടെ കൂടെ നടക്കും. നാളെ നമ്മൾ സ്വർഗീയ രാജ്ഞിയായ അമലോത്ഭവ മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണേലും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അഖിലാണ്ടനാഥന് ഉദരത്തിലേറിയ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൈകൂപ്പണം. നമ്മളെ തന്നെ ചെറുതാക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ നിൽക്കണം. പാപികളുടെ സംഗീതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് യാചിക്കണം. ആശംസിക്കുന്നു നല്ലൊരു ദിവസം.